നിലമ്പൂരിലെ ക്രെഡിറ്റ് തർക്കത്തിനിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ ഭിന്നത തീർക്കാനാണ് ഹൈക്കമാൻഡിന്റെ ശ്രമം. മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷി ചർച്ച നടത്തി. ക്യാപ്റ്റൻ പരാമർശത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അൻവറിന്റെ മുന്നണി പ്രവേശവും യോഗത്തിൽ ചർച്ചയാകും. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ നമ്മൾ കാണുന്നു. പ്രധാനപ്പെട്ട 3 നേതാക്കളുമായി KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും രമേശ് ചെന്നിത്തലയോടും ദീപാദാസ് മുൻഷി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം എന്തായിരുന്നു? സൂര്യ പാർവതി, നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശിനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാപ്റ്റൻ എന്ന പരാമർശവുമായി വലിയ പ്രചാരണമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് CM 2026 എന്ന ഒരു നമ്പറുള്ള കാർ, അതിനു മുമ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിൽക്കുന്ന ചിത്രവും അത് പ്രചരിച്ചു. ആ പ്രചാരണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും അമർഷവുമായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ അതിനുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ക്രെഡിറ്റ് തർക്കം കൂടി വിവാദമാകുന്നത്. KC വേണുഗോപാലിന് വേണ്ടി AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റ് KC വേണുഗോപാൽ എന്ന പരാമർശവുമായി രംഗത്തെത്തുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയതോടെയാണ് ദീപാദാസ് മുൻഷി ഇടപെട്ട് യോഗത്തിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്, ഒരു തരത്തിലുള്ള വിമർശനങ്ങളും യോഗത്തിൽ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയത്. ഏതായാലും യോഗം ഇപ്പോഴും തുടരുകയാണ്. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനം മാത്രമല്ല, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുമുണ്ട്. ഒപ്പം PV അൻവറിന്റെ മുന്നണി പ്രവേശനമടക്കം ചർച്ചയാകും.